നമസ്കാരം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ കേരളത്തിലെ ജനകീയ പ്രക്ഷോഭങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് PSC മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള മുഴുവൻ ചോദ്യങ്ങളുമാണ്. ഒരു കൺസെപ്റ്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ ഫാക്റ്റുകളും പഠിക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ. കാരണം സ്റ്റേറ്റ്മെന്റ് തരത്തിലുള്ള ചോദ്യങ്ങൾ വരുന്നതിനാൽ ഒരു കൺസെപ്റ്റ് നമ്മൾ എടുക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ കണക്റ്റഡ് ഫാക്റ്റും പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ആൻസർ പിക്ക് ചെയ്യാൻ വേണ്ടി പറ്റൂ. അപ്പോൾ കേരളത്തിലെ ജനകീയ പ്രക്ഷോഭങ്ങൾ, പഴശ്ശി വിപ്ലവം. അപ്പോൾ ആദ്യം തന്നെ പറയുന്നത് പഴശ്ശി വിപ്ലവമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പഴശ്ശി വിപ്ലവത്തിന് നേതൃത്വം നൽകിയ രാജാവ് കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജയാണ്. മലബാറിൽ ബ്രിട്ടീഷുകാർ നേരിട്ട ശക്തമായ സമരങ്ങളാണ് പഴശ്ശി വിപ്ലവങ്ങൾ. പഴശ്ശിരാജയുടെ രാജവംശമായ കോട്ടയം രാജവംശം സ്ഥാപിച്ചത് ഹരിചന്ദ്ര പെരുമാളാണ്. കേരള സിംഹം എന്നറിയപ്പെടുന്നത് പഴശ്ശിരാജയാണ്. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കരാണ്. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി പരിഷ്കരണങ്ങളാണ് പഴശ്ശി വിപ്ലവങ്ങൾക്ക് ഹേതുവായത്. പഴശ്ശി വിപ്ലവ സമയത്ത് മലബാറിലെ സബ് കളക്ടർ തോമസ് ഹാർവേ ബാബർ ആയിരുന്നു. അപ്പോൾ പഴശ്ശി വിപ്ലവങ്ങൾ നടന്നത് 2 കാലഘട്ടത്തിലാണ്. അപ്പോൾ ഒന്നാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം 1793 മുതൽ 1797 വരെയാണ്. അപ്പോൾ രണ്ടാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം 1800 മുതൽ 1805 വരെയാണ്. അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതാൻ പഴശ്ശിരാജാവിനെ സഹായിച്ച ആദിവാസി വിഭാഗം കുറിച്യർ വിഭാഗമാണ്. പഴശ്ശിരാജാവിനെ സഹായിച്ച കുറിച്യരുടെ നേതാവ് തലക്കൽ ചന്തുവാണ്. പഴശ്ശിരാജാവിൻ്റെ സൈനാധിപൻ വരുന്നത് കൈത്തേരി അബുവാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ ആവിഷ്കരിച്ച യുദ്ധതന്ത്രം ഗറില്ല യുദ്ധമാണ്. ബ്രിട്ടീഷുകാർക്കെതിരായുള്ള യുദ്ധത്തിൽ പഴശ്ശിരാജാവിന് കേന്ദ്രമായിരുന്ന മല പുരളിമലയാണ്. അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരായ യുദ്ധത്തിൽ പഴശ്ശിരാജാവിൻ്റെ കേന്ദ്രമായിരുന്ന മല പുരളിമലയാണ്. പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈനാധിപൻ കേണൽ ആർത്തർ വെല്ലസിയാണ്. പഴശ്ശിരാജയ്ക്കെതിരായ യുദ്ധം ചെയ്യാൻ ആർത്തർ വെല്ലസി നിയമിച്ച 1200 പോലീസുകാരടങ്ങിയ പ്രത്യേക സേനയാണ് കോൽക്കാർ. പഴശ്ശിരാജ മരണമടഞ്ഞ വർഷം 1805 നവംബർ 30-നാണ്. പഴശ്ശി എന്ന ചിത്രം സംവിധാനം ചെയ്തത് ഹരിഹരനാണ്. ബ്രിട്ടീഷുകാർ വയനാട്ടിൽ മേധാവിത്വം ഉറപ്പിക്കുന്നതിനെതിരെ അവിടെയുള്ള ആദിവാസി വിഭാഗം നടത്തിയ ലഹളയാണ് കുറിച്യാർ ലഹള. 1812-ലാണ്. അപ്പോൾ ബ്രിട്ടീഷുകാർ വയനാട്ടിൽ മേധാവിത്വം ഉറപ്പിക്കുന്നതിനെതിരെ അവിടെയുള്ള ആദിവാസി വിഭാഗം നടത്തിയ ലഹളയാണ് കുറിച്യാർ ലഹള. കുറിച്യാർ കലാപത്തിന് നേതൃത്വം നൽകിയത് രാമൻ നമ്പിയാണ്. ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ കലാപമാണ് കുറിച്യാർ കലാപം. കുറിച്യാർ ലഹളയുടെ മുദ്രാവാക്യം വട്ടത്തുപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്നുള്ളതായിരുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപം അഞ്ചുതെങ്ങ് കലാപമാണ്. 1697-ലാണ്. ഇനി കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം വരുന്നത് ആറ്റിങ്ങൽ കലാപമാണ്. 1721-ലാണ്. ഇനി കേരളത്തിലെ ജനകീയ പ്രക്ഷോഭങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സമരമാണ് വൈക്കം സത്യാഗ്രഹം. അപ്പോൾ 1924 വൈക്കം സത്യാഗ്രഹം. 1924 മാർച്ച് 30-ന് പുലയ ഈഴവ നായർ സമുദായാംഗങ്ങളായ കുഞ്ഞാപ്പി, ബാഹുലയൻ, ഗോവിന്ദപ്പണിക്കർ എന്നീ 3 യുവാക്കളിലൂടെ ആരംഭിച്ച സമരമാണ് വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രമുഖ നേതാക്കൾ TK മാധവൻ, K കേളപ്പൻ, CV കുഞ്ഞിരാമൻ, KP കേശവമേനോൻ. വൈക്കം മഹാദേവ ക്ഷേത്രം കേന്ദ്രീകരിച്ചാണ് വൈക്കം സത്യാഗ്രഹം നടന്നത്. വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് നടന്ന ജാഥയാണ് സവർണ ജാഥ. സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭനാണ്. അപ്പോൾ സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയ വ്യക്തി മന്നത്ത് പത്മനാഭനാണ്. അയിത്തോച്ചാടനത്തിനെതിരെ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം കാക്കിനട 1923-ലെ കാക്കിനട സമ്മേളനത്തിലാണ് അയിത്തോച്ചാടനത്തിനെതിരെ പ്രമേയം പാസാക്കിയത്. പ്രമേയം പാസാക്കാൻ മുൻകൈ എടുത്തത് TK മാധവനാണ്. വൈക്കം ഹീറോ എന്നറിയപ്പെടുന്നത് EV രാമസ്വാമി നായ്ക്കരാണ്. പെരിയോർ എന്നറിയപ്പെടുന്നതും EV രാമസ്വാമി നായ്ക്കറാണ്. പുരട്ജി, വിടുതലെ എന്നീ വാരികകളുടെ സ്ഥാപകൻ EV രാമസ്വാമി നായ്ക്കരാണ്. വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് പഞ്ചാബിൽ നിന്നെത്തിയ വിഭാഗമാണ് അകാലികൾ. EV രാമസ്വാമി നായ്ക്കരുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ സ്ഥലം വൈക്കമാണ്. വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത് 1925 നവംബർ 23-നാണ്. വൈക്കം സത്യാഗ്രഹം നീണ്ടു നിന്നത് 603 ദിവസമാണ്. അടുത്തത് വരുന്നത് ഗുരുവായൂർ സത്യാഗ്രഹമാണ്.
എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം വേണമെന്ന ആവശ്യവുമായി KPCCയുടെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭമാണ് ഗുരുവായൂർ സത്യാഗ്രഹം. 1931-32 ഇതിന്റെ കാലഘട്ടം. ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത് 1931 നവംബർ 1-നാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കേളപ്പനാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ AK ഗോപാലനാണ്. കേളപ്പൻ നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചത് 1932 സെപ്റ്റംബർ 21-നാണ്. ഗാന്ധിജി ഇടപെട്ട് നിരാഹാര സത്യാഗ്രഹം പിൻവലിച്ചത് 1932 ഒക്ടോബർ 2-നാണ്. അപ്പോൾ കേളപ്പൻ നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചത് 1932 സെപ്റ്റംബർ 21-നാണ്. ഗാന്ധിജി ഇടപെട്ട് നിരാഹാര സത്യാഗ്രഹം പിൻവലിച്ചത് 1932 ഒക്ടോബർ 2-നാണ്. മലബാറിലെ ക്ഷേത്രങ്ങളിൽ പ്രവേശനം അനുവദിച്ച മദിരാശി ക്ഷേത്രപ്രവേശന നിയമം നിലവിൽ വന്നത് 1947-ലാണ്. ഗുരുവായൂർ ക്ഷേത്രമണി അടിച്ച ആദ്യത്തെ നമ്പൂതിരി ബ്രാഹ്മണൻ അല്ലാത്ത വ്യക്തി P. കൃഷ്ണപിള്ളയാണ്. അപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണിയടിച്ച ആദ്യത്തെ നമ്പൂതിരി ബ്രാഹ്മണൻ അല്ലാത്ത വ്യക്തി P. കൃഷ്ണപിള്ളയാണ്. ഗുരുവായൂർ സത്യാഗ്രഹ കാലത്ത് ഗുരുവായൂർ ക്ഷേത്രം നിലനിന്നിരുന്ന താലൂക്ക് പൊന്നാനിയാണ്. ഇനി അടുത്തത് വരുന്നത് ശുചീന്ദ്രൻ സത്യാഗ്രഹമാണ്. അപ്പോൾ ശുചീന്ദ്രൻ സത്യാഗ്രഹം നടന്ന വർഷം 1926-ആണ്. ശുചീന്ദ്രം സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി ME നായിഡു ആണ്. കോട്ടാറിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നയിച്ചത് MV നായിഡു ആണ്. ശുചീന്ദ്രൻ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ മുത്തുസ്വാമിയാണ്. അടുത്തത് വരുന്നത് നിവർത്തന പ്രക്ഷോഭമാണ്. അപ്പോൾ 1932 തിരുവിതാംകൂറിലെ ഭരണഘടനാ പരിഷ്കരണങ്ങളോടുള്ള പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് ആരംഭിച്ച പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. നിവർത്തനം എന്ന വാക്കിൻ്റെ ഉപജ്ഞാതാവ് IC ചാക്കോയാണ്. PSCയുടെ രൂപീകരണത്തിന് കാരണമായ പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. അപ്പോൾ PSCയുടെ രൂപീകരണത്തിന് കാരണമായ പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. കേരളത്തിൽ സാമുദായിക സംവരണം ലഭിക്കുന്നതിന് കാരണമായ പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭമാണ്. നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ മുഖപത്രമായി കണക്കാക്കപ്പെടുന്നത് കേരള കേസരിയാണ്. നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് C. കേശവൻ 1935-ലാണ്. അടുത്തത് വരുന്നത് ക്ഷേത്രപ്രവേശന വിളംബരമാണ്. തിരുവിതാംകൂറിലെ അവർണരായ ഹൈന്ദവർക്ക് ക്ഷേത്രങ്ങളിലേക്കുള്ള പ്രവേശനത്തിന് കാരണമായ വിളംബരം ക്ഷേത്രപ്രവേശന വിളംബരമാണ്. ശ്രീ ചിത്തിരതിരുനാൾ മഹാരാജാവ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് 1936 നവംബർ 12-നാണ്. അപ്പം ചിത്തിരതിരുനാൾ മഹാരാജാവ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് 1936 നവംബർ 12-നാണ്. ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ക്ഷേത്രപ്രവേശന വിളംബരമാണ്. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. ആധുനിക കാലത്തെ ഏറ്റവും അഹിംസാത്മകവും രക്തരഹിതവുമായ വിപ്ലവമെന്ന് വിളംബരത്തെ വിശേഷിപ്പിച്ചത് C. രാജഗോപാലാചാരിയാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. അടുത്ത് വരുന്നത് മലബാർ കലാപമാണ്. മലബാർ ലഹളയുടെ കേന്ദ്രം തിരൂരങ്ങാടിയാണ്. മലബാർ ലഹള നടന്ന വർഷം 1921-ആണ്. മലബാർ ലഹളയ്ക്ക് പെട്ടെന്നുള്ള കാരണം ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറിയായ വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതാണ്. അടുത്തത് വാഗൺ ട്രാജഡിയാണ്. മലബാർ കലാപവുമായി ബന്ധപ്പെട്ടുണ്ടായ തീവണ്ടി ദുരന്തമാണ് വാഗൺ ട്രാജഡി. 1921 നവംബർ 20-നാണ്. വാഗൺ ട്രാജഡിയെ ദ ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വിശേഷിപ്പിച്ച ചരിത്രകാരൻ സുമിത് സർക്കാരാണ്. MSM LV 1711 എന്ന നമ്പറിന് കേരള സ്വാതന്ത്ര്യ സമരത്തിലെ പ്രാധാന്യം. വാഗൺ ട്രാജഡി നടന്ന ഗുഡ്സ് വാഗണിന്റെ നമ്പറാണ് MSM LV 1711. വാഗൺ ട്രാജഡി അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷൻ AR നേപ്പ് കമ്മീഷനാണ്. വാഗൺ ട്രാജഡി മെമ്മോറിയൽ ഹാൾ സ്ഥിതി ചെയ്യുന്നത് തിരൂരാണ്. മലബാർ കലാപത്തിലെ പ്രധാന നേതാക്കൾ വരുന്നത് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, കോയത്തങ്ങൾ, അലി മുസ്ലിയാർ. മലബാർ ലഹളയെ തുടർന്ന് അധികാരത്തിൽ വന്ന താൽക്കാലിക ഗവൺമെന്റിന് നേതൃത്വം നൽകിയത് അലി മുസ്ലിയാറാണ്. പൂക്കോട്ടൂർ യുദ്ധം എന്നറിയപ്പെടുന്ന കലാപം മലബാർ ലഹളയാണ്. മലബാറിലെ മാപ്പിള ലഹളകളുടെ അടിസ്ഥാന കാരണം ജന്മിത്തവുമായി ബന്ധപ്പെട്ട കാർഷിക പ്രശ്നങ്ങളാണെന്ന് ചൂണ്ടിക്കാട്ടിയ മലബാർ കളക്ടർ വില്യം ലോഗനാണ്.
മലബാർ മാനുവൽ എന്ന ഗ്രന്ഥം എഴുതിയതും വില്യം ലോഗനാണ്. അടുത്തത് വരുന്നത് കയ്യൂർ സമരമാണ്. കയ്യൂരിലെ കർഷക സംഘങ്ങൾ ജന്മിത്വത്തിനെതിരെ നടത്തിയ സമരങ്ങൾ അറിയപ്പെടുന്നത് കയ്യൂർ സമരം എന്നാണ്. കയ്യൂർ സമരം നടന്ന വർഷം 1941. കയ്യൂർ സമരം നടന്ന ജില്ല കാസർഗോഡാണ്. കയ്യൂർ സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഹോസ്ദുർഗാണ്. 2016 75-ാം വാർഷികം ആഘോഷിക്കുന്ന സമരം കയ്യൂർ സമരമാണ്. സമരക്കാരിൽ നിന്നുള്ള ആക്രമണത്തെ ഭയന്ന് പുഴയിൽ ചാടി മരിച്ച പോലീസുകാരൻ സുബ്ബരായനാണ്. സമരക്കാരിൽ നിന്നുള്ള ആക്രമണത്തെ ഭയന്ന് പുഴയിൽ ചാടി മരിച്ച പോലീസുകാരൻ സുബ്ബരായൻ. കയ്യൂർ സമരത്തിന് ആസ്പദമാക്കിയ ചിരസ്മരണ എന്ന നോവൽ രചിച്ചത് നിരഞ്ജനയാണ്. കയ്യൂരും കരിവെള്ളൂരും എന്ന കൃതി രചിച്ചത് AV കുഞ്ചമ്പു ആണ്. കയ്യൂർ സമരചരിത്രം എന്ന കൃതി രചിച്ചത് VV കുഞ്ചമ്പു ആണ്. കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സിനിമ മീനമാസത്തിലെ സൂര്യൻ. കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രി EK നയനാരാണ്. അടുത്തത് വരുന്നത് പുന്നപ്ര വയലാർ സമരമാണ്. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം 1946. സ്വതന്ത്ര തിരുവിതാംകൂർ വാദത്തിനും അമേരിക്കൻ മോഡൽ ഭരണത്തിനുമെതിരെ തിരുവിതാംകൂറിൽ നടന്ന സമരമാണ് പുന്നപ്ര വയലാർ സമരം. തുലാം 10 സമരം എന്നറിയപ്പെടുന്നത് പുന്നപ്ര വയലാർ സമരമാണ്. പുന്നപ്ര വയലാർ സമരത്തിന് നേതൃത്വം നൽകിയത് K ശങ്കരനാരായണൻ തമ്പി, TV തോമസ്, പത്രോസ് സുഗതൻ. അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കരണം തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയ ദിവാൻ CP രാമസ്വാമി അയ്യരാണ്. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏതു സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പുന്നപ്ര വയലാർ സമരമാണ്. CP രാമസ്വാമി അയ്യരെ വധിക്കാൻ ശ്രമം നടത്തിയ ബ്രാഹ്മണ യുവാവ് KCS മണിയാണ്. KCS മണിയുടെ യഥാർത്ഥ നാമം കോന്നാട്ടുമടം ചിദംബരം സുബ്രഹ്മണ്യ അയ്യർ എന്നാണ്. അടുത്തത് വരുന്നത് ഉപ്പു സത്യാഗ്രഹമാണ്. അപ്പോൾ കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹ കേന്ദ്രങ്ങൾ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ, കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ. കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് K കേളപ്പൻ. അപ്പോൾ കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹ കേന്ദ്രങ്ങൾ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരും കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂരുമാണ്. കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് K കേളപ്പനാണ്. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് വേദിയായ സ്ഥലം പയ്യന്നൂരാണ്. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിൽ K കേളപ്പനൊപ്പം പങ്കെടുത്തവർ 32 ആളുകളാണ്. K കേളപ്പൻ അറസ്റ്റ് വരിച്ചതിന് ശേഷം ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് മൊയ്യാരത്ത് ശങ്കരനാണ്. പാലക്കാട് നിന്നുള്ള ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് TR കൃഷ്ണസ്വാമി അയ്യരാണ്. ഉപ്പു സത്യാഗ്രഹ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഉളിയടത്ത് കടവ്, പയ്യന്നൂരാണ്. ഉപ്പു സത്യാഗ്രഹത്തെ തുടർന്ന് നിരാഹാരം നടത്തി മരണപ്പെട്ട സത്യാഗ്രഹി AC കുഞ്ഞിരാമൻ അടിയോടിയാണ്. വരിക വരിക സഹചരെ എന്ന് തുടങ്ങുന്ന ഗാനം ഏതു സത്യാഗ്രഹത്തിന്റെ മാർച്ചിലെ ഗാനമാണ്? ഉപ്പു സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട ഗാനമാണ് വരിക വരിക സഹചരെ. വരിക വരിക സഹചരെ എന്ന് തുടങ്ങുന്ന ഗാനം രചിച്ചത് അംശി നാരായണപിള്ളയാണ്. രണ്ടാം ബാർബോളി എന്നറിയപ്പെടുന്നത് പയ്യന്നൂരാണ്. അടുത്ത് വരുന്നത് പാലിയം സത്യാഗ്രഹമാണ്. 1947 മുതൽ 48 വരെ. പാലിയത്തെ പൊതു റോഡ് സമസ്ത ജാതിക്കാർക്കും തുറന്നു കിട്ടണമെന്ന ഉദ്ദേശത്തോടു കൂടി അന്നത്തെ പ്രമുഖ രാഷ്ട്രീയ സംഘടനകളും സാമൂഹ്യ സംഘടനകളും നടത്തിയ സത്യാഗ്രഹമാണ് പാലിയം സത്യാഗ്രഹം. ഇതിന്റെ ഫലമായി കൊച്ചിയിലെ പാലിയത്തച്ഛൻ വാസസ്ഥലത്തിന് മുന്നിലൂടെയുള്ള പ്രധാന വഴി തുറന്നു കൊടുക്കുവാൻ പാലിയത്ത് കുടുംബം നിർബന്ധിതരായി. പാലിയം സത്യാഗ്രഹത്തിൽ രക്തസാക്ഷിയായത് AG വേലായുധനാണ്. അടുത്ത് വരുന്നത് അഞ്ചുതെങ്ങ് കലാപമാണ്. അഞ്ചുതെങ്ങ് കലാപം നടന്നത് 1697 അഞ്ചുതെങ്ങ് കലാപത്തിന്റെ പ്രധാന കാരണം കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാട്ടിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാലയാണ് അഞ്ചുതെങ്ങ്. തിരുവനന്തപുരത്ത് അഞ്ചുതെങ്ങിൽ ഇംഗ്ലീഷുകാർക്ക് വ്യാപാരശാല സ്ഥാപിക്കാൻ അനുവാദം നൽകിയ വേണാട് ഭരണാധികാരി ഉമയമ്മ റാണിയാണ്, ആറ്റിങ്ങൽ റാണി. അഞ്ചുതെങ്ങ് പണ്ടകശാലയുടെ പണി പൂർത്തിയാക്കിയ വർഷം 1690. അഞ്ചുതെങ്ങ് കോട്ടയുടെ പണി പൂർത്തിയാക്കിയ വർഷം 1695. അടുത്തത് വരുന്നത് ആറ്റിങ്ങൽ കലാപമാണ്. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721 ഏപ്രിലാണ്. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത പ്രക്ഷോഭമാണ് ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ഗിഫോർഡാണ്. ആറ്റിങ്ങൽ കലാപം നടന്ന സമയത്തെ വേണാട് രാജാവ് ആദിത്യവർമ്മയാണ്.
ആറ്റിങ്ങൽ കലാപാനന്തരം ഒപ്പുവെച്ച ഉടമ്പടി വേണാട് ഉടമ്പടിയാണ്. വേണാട് ഉടമ്പടി ഒപ്പുവെച്ചത് 1723 മാർത്താണ്ഡവർ വേണാട് ഉടമ്പടി ഒപ്പുവെച്ചത് 1723 മാർത്താണ്ഡവർമ്മയും അലക്സാണ്ടർ ഓമും. അടുത്തത് വരുന്നത് തളിക്ഷേത്ര പ്രക്ഷോഭമാണ്. അയിത്തത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യ പ്രക്ഷോഭമാണ് തളിക്ഷേത്ര പ്രക്ഷോഭം. 1917 തളിക്ഷേത്ര പ്രക്ഷോഭം നയിച്ച നേതാക്കൾ കേശവ മേനോൻ, മഞ്ചേരി രാമയ്യൻ, സി കൃഷ്ണൻ. പൗരസമത്വവാദ പ്രക്ഷോഭം. തിരുവിതാംകൂറിൽ എല്ലാ ജനങ്ങൾക്കും സമത്വം നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പ്രക്ഷോഭം പൗരസമത്വവാദ പ്രക്ഷോഭം 1919 പൗരസമത്വവാദ പ്രക്ഷോഭത്തിലെ പ്രധാന നേതാക്കൾ ടി കെ മാധവൻ, എൻ വി ജോസഫ്, എ ജെ ജോൺ. പൗരസമത്വവാദ പ്രക്ഷോഭത്തിലെ പ്രധാന നേതാക്കൾ ടി കെ മാധവൻ, എൻ വി ജോസഫ്, എ ജെ ജോൺ ആണ്. വൈദ്യുതി പ്രക്ഷോഭം. തൃശ്ശൂരിൽ വിദ്യുച്ഛക്തി വിതരണം നടത്തുന്നതിന് ഒരു സ്വകാര്യ കമ്പനിക്ക് അനുവാദം നൽകിയ ദിവാൻ ഷൺമുഖം ഷെട്ടിക്ക് എതിരായി നടത്തിയ പ്രക്ഷോഭമാണിത്. വൈദ്യുതി പ്രക്ഷോഭം നടന്നത് 1936 കേരളത്തിലെ ജനകീയ സമരങ്ങളിലേക്ക് ക്രിസ്ത്യാനികൾ പങ്കെടുക്കാൻ തുടങ്ങിയ സമരം വൈദ്യുതി പ്രക്ഷോഭമാണ്. വൈദ്യുതി പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് എ ആർ മേനോൻ, ഇക്കണ്ട വാര്യർ, ഇയുണ്ണിയാണ്. അടുത്തത് ഉത്തരവാദ ഭരണ പ്രക്ഷോഭം. ഉത്തരവാദ ഭരണ പ്രക്ഷോഭം 1938 ദിവാൻ ഭരണം അവസാനിപ്പിക്കുന്നതിന് തിരുവിതാംകൂറിൽ ഉത്തരവാദിത്ത ഭരണം അവസാനിക്കുന്നതിനും വേണ്ടി ആരംഭിച്ച പ്രക്ഷോഭം ഉത്തരവാദ ഭരണ പ്രക്ഷോഭം. ഉത്തരവാദ ഭരണ പ്രക്ഷോഭം നയിച്ച സംഘടന തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ആണ്. ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിനെ തുടർന്ന് തിരുവിതാംകൂറിൽ നിരോധിച്ച സംഘടനകൾ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസും യൂത്ത് ലീഗുമാണ്. ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി രാജധാനി മാർച്ച് നടന്നത് തമ്പാനൂർ മുതൽ കവടിയാർ വരെ. ഇത് നയിച്ചത് അക്കാമ ചെറിയാനാണ്. കല്ലറ പാങ്ങോട് സമരം 1938 സർ സി പി രാമസ്വാമി അയ്യരുടെ ഭരണത്തിനും ജന്മിമാരുടെ ചന്തപ്പിരിവിനുമെതിരെ നടന്ന സമരമാണ് കല്ലറ പാങ്ങോട് സമരം. കല്ലറ പാങ്ങോട് സമരവുമായി ബന്ധപ്പെട്ട വ്യക്തി രാഘവൻ പിള്ളയാണ്. കല്ലറ പാങ്ങോട് സമരവുമായി ബന്ധപ്പെട്ട് തൂക്കിലേറ്റപ്പെട്ടവര് കൊച്ചാപ്പി പിള്ള, പട്ടാളം കൃഷ്ണനാണ്. അടുത്ത് വരുന്നത് കടയ്ക്കൽ പ്രക്ഷോഭമാണ്. 1939 കടയ്ക്കൽ പ്രക്ഷോഭം നടന്നത് 1939 സെപ്റ്റംബർ 29 കടയ്ക്കൽ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് കൊല്ലത്താണ്. കടയ്ക്കൽ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് രാഘവൻ പിള്ളയാണ്. കടയ്ക്കൽ ഫ്രാങ്കോ എന്നറിയപ്പെടുന്നത് രാഘവൻ പിള്ളനാണ്. അടുത്തത് വരുന്നത് മൊറാഴ സമരമാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിനും ബ്രിട്ടീഷ് ഗവൺമെന്റിനെ മർദ്ദന മുറകൾക്കുമെതിരെ കമ്മ്യൂണിസ്റ്റുകാരുടെ നേതൃത്വത്തിൽ നടന്ന സമരമാണ് മൊറാഴ സമരം. മൊറാഴ സമരത്തിനോടനുബന്ധിച്ച് ശിക്ഷിക്കപ്പെട്ട വിപ്ലവകാരി KPR ഗോപാലനാണ്. KPR ഗോപാലനെ വധശിക്ഷയിൽ നിന്ന് വിമുക്തനാക്കാൻ കാരണക്കാരനായത് ഗാന്ധിജിയാണ്. അടുത്തത് കീഴാരിയൂർ ബോംബ് കേസാണ്. 1942 മലബാറിൽ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിനോട് സംബന്ധിച്ച് നടന്ന സംഭവം കീഴാരിയൂർ ബോംബ് കേസാണ്. മലബാറിൽ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിനോടനുബന്ധിച്ച് നടന്ന സംഭവമാണ് കീഴരിയൂർ ബോംബ് കേസ്. കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായത് ഡോക്ടർ KB മേനോനാണ്. കീഴരിയൂർ ബോംബ് സ്ഫോടനം നടന്ന ജില്ല കോഴിക്കോടാണ്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് പ്രസിദ്ധീകരിച്ച മാസിക സ്വാതന്ത്ര്യ ഭാരതമാണ്. അടുത്തത് വരുന്നത് കരിവള്ളൂർ സമരമാണ്. 1946 പ്രഭുക്കന്മാരുടെ പൂഴ്ത്തിവയ്പ്പിനെതിരെ മലബാറിൽ നടന്ന സമരമാണ് കരിവള്ളൂർ സമരം. കരിവള്ളൂർ സമരനായിക K ദേവയാനിയാണ്. കരിവള്ളൂർ സ്ഥിതി ചെയ്യുന്ന ജില്ല കണ്ണൂരാണ്. തോൽവിറക് സമരം 1946 തോൽവിറക് സമരം നടന്നത് 1946 നവംബർ 15 തോൽവിറക് സമരം നടന്ന സ്ഥലം ചീമേനി, കാസർഗോഡാണ്. തോൽവിറക് സമരനായിക കാർത്തിയാനി അമ്മയാണ്. കുട്ടൻകുളം സമരം 1946 തൃശ്ശൂരിലെ കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടി നടന്ന സമരമാണിത്. മാഹി വിമോചന സമരം 1948 മാഹി വിമോചന സമരം നടന്ന വർഷം 1948 മാഹി വിമോചന സമരത്തിന്റെ നേതാവ് AK കുമാരൻ മാസ്റ്ററാണ്. മാഹി വിമോചന സമരത്തിന്റെ നേതാവ് IK കുമാരൻ മാസ്റ്ററാണ്. മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് IK കുമാരൻ മാസ്റ്ററാണ്. മാഹി വിമോചന സമരത്തിൽ പങ്കെടുത്ത സംഘടന മഹാജനസഭയാണ്. ഒരണ സമരം 1957
വിദ്യാർത്ഥികൾക്ക് ബോട്ട് കടത്ത് കൂലി വർദ്ധിപ്പിച്ചതിനെതിരെ നടന്ന സമരമാണ്. ഒരണ സമരം നടന്ന ജില്ല ആലപ്പുഴയാണ്. ഒരണ സമരം നയിച്ച വിദ്യാർത്ഥി സംഘടന KSU ആണ്. അടുത്ത് വരുന്നത് മുത്തങ്ങ സമരമാണ് 2003. ഭൂരഹിതരായ ആദിവാസികൾക്ക് ഭൂമി നൽകണമെന്ന് ആവശ്യപ്പെട്ട സമരം മുത്തങ്ങ സമരമാണ്. മുത്തങ്ങ സമരം നടന്ന ജില്ല വയനാടാണ്. മുത്തങ്ങ സമരം നയിച്ചത് CK ജനകീയ പ്രക്ഷോഭങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന പോയിന്റുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത്.